അപ്പോൾ ഞങ്ങൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ പോയത് സുനിത ആൻഡ് നന്ദേഷിൻ്റെയും അവരുടെ 2 ക്യൂട്ട് ലിറ്റിൽ ഗേൾസിൻ്റെയും വീട്ടിലാണ് കേട്ടോ. ഇത് ഭംഗിയായിട്ടെന്നറിയാം സുനിത വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും അതുപോലെ വീടിൻ്റെ അകത്തും ഒക്കെ ടീ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സമയത്ത് ഞങ്ങൾക്ക് ബോൺ ഫയറിനായിട്ടെന്ന് പറഞ്ഞിട്ട് UK ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ദീപാവലി വരാറ്, ചിലപ്പോൾ തലേദിവസം പിറ്റേ ദിവസമൊക്കെ ആയിട്ട് വരും. ഈ വർഷം കുറച്ച് നേരത്തെയാണ് ദീപാവലി വന്നേക്കണേ. ഈ സ്റ്റാർ നോക്കിയേ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. നമ്മുടെ ക്രിസ്മസിൻ്റെ സ്റ്റാർ പോലെ, പക്ഷെ ദീപാവലി തീമിലൊരു സ്റ്റാർ. അപ്പോൾ ദേ ഇവിടെ പൂരികൾ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്ന് പ്ലാറ്ററിലേക്ക് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിള്ളേർ എൻ്റെ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും സുനിതയുടെ നന്ദീഷിൻ്റെ വീട്ടിൽ പോയാൽ എന്തായാലും കഴിച്ചിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കുക്കിങ്. നല്ല കളർഫുള്ളായിട്ട് സാലഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു സൂപ്പർ ഡെലീഷ്യസ് ദിവാലി ഡിന്നറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. സുനിത കുറേ സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പൊട്ടറ്റോ ബാജി, കോക്കനട്ട് ചട്നി, ബസ്ബലി ബാത്ത്, സൂപ്പർ ഡെലീഷ്യസ് ഫുഡ്, ഗീർ എല്ലാം ഉണ്ടായിരുന്നു. ഫയർ വർക്ക്സ് ഇല്ലാണ്ട് പിന്നെ എന്ത് ദീപാവലി സെലിബ്രേഷൻ. അപ്പം ഇനി ഞാൻ എന്താണ് സ്പെഷ്യലായിട്ട് ദീപാവലിക്ക് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പം ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ദീപാവലിക്ക് ഉണ്ടാക്കിയ ഡെസേർട്ടാണ് ഇത്, ചോക്ലേറ്റ് സന്ദേശ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ചോക്ലേറ്റ് സന്ദേശം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ 1 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കേണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഒഴിക്കണം. ഈ പാല് നമുക്കൊന്ന് പിരിഞ്ഞ് കിട്ടണം. അപ്പോൾ പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇത് മുഴുവനും ഒഴിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കുക പാല് പിരിയുണ്ടോയെന്ന്. അപ്പോൾ എനിക്കിതേ ഇപ്പോൾ ഇതിനകത്ത് ചെറിയ ലംസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നേരം ഒന്ന് ഇളക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനും പിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഒഴിക്കുക. അപ്പോൾ വിനീഗർ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, ഈ ഇങ്ങനെ പാല് പിരിഞ്ഞ് വരുന്നുണ്ട്. പാലിൻ്റെ വെള്ള കളർ കുറഞ്ഞ് അത് വെള്ളം പോലെയായിട്ട് വരും. അപ്പോൾ ഇത് നോക്കിയാൽ ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാം പിരിഞ്ഞ് കഴിഞ്ഞു. അത് വെറുതെ വെള്ളമായി ബാക്കിയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഞാനിവിടെ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു കൊലാൻഡർ വെച്ചിട്ടുണ്ട്. ഹോൾസ് ഉള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചാലും മതി. അതിൻ്റെ മുകളിൽ ഒരു തുണി ഇടുക. വേണം നമുക്ക് പാല് അരിച്ചൊഴിക്കാൻ. അപ്പം നമ്മുടെ പാല് ഞാൻ കംപ്ലീറ്റ് പാലല്ല, കേർഡിലായിട്ടുള്ള പാല് കംപ്ലീറ്റ് തുണിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പാല് തിളപ്പിച്ച പാത്രം ഇട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലിരിക്കുന്ന എല്ലാതും നമുക്കിങ്ങനെ നീറ്റായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു സ്പാച്ചുല, ഈ സിലിക്കോണിൻ്റെ. അപ്പോൾ ഇതേ നല്ലോണം ഈ വെള്ളമൊക്കെ പോണ വരെ ഒന്ന് കുറച്ച് നേരം അവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ തുണിയൊന്ന് കൂട്ടി പിടിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചാൽ വിനീഗറിൻ്റെ ചെറിയൊരു പുളിയും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടി നല്ലോണം കഴുകി വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടും ഈ ഒരു സ്പാച്ചുല വെച്ച് ഇതിനെ നല്ലോണം ബ്രേക്ക് ചെയ്ത് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പനീറിൻ്റെ തുണി ഒന്നിങ്ങനെ കെട്ടി വയ്ക്കുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ കിച്ചൺ കബേർഡിൻ്റെ ഡോറിൻ്റെ അവിടെ കെട്ടി വെച്ചേക്കട്ടെ. അത് സിങ്കിൻ്റെ മുകളിൽ കെട്ടി വയ്ക്കാം. പക്ഷേ എനിക്കിപ്പോൾ സിങ്ക് യൂസ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടത് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം, ഈ വെള്ളം കംപ്ലീറ്റ് വാർന്ന് പോണ വരെ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കെട്ടി വെച്ച പനീർ ഇപ്പോൾ ഒരു 3-4 മണിക്കൂറായിട്ട് കേട്ടോ എങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറേ
തോർന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒരു പാനിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു പാൻ ഇതേ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ പനീറിനെ ഇതിലേക്ക് ഈ പാനിലേക്ക് ഇടാം. അപ്പോൾ ഈ പനീറിൽ എന്തെങ്കിലുമൊക്കെ വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഇപ്പം നോക്കിയാൽ ഈ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം നല്ലോണം ഉരുകി ഈ പനീറിൻ്റെ കൂടെ ചേർന്നു നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരിവായി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഭാഗം ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 160 ml ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗനാഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈ ക്രീം ആദ്യം ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ നല്ല തിളച്ചല്ല നല്ല ചൂടായിട്ട് ഞാൻ മൈക്രോവേവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ബാർ ആയാലും മതി. ഇത് ഇപ്പോൾ ഒരു 80 grams ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്നല്ലാതെ മുങ്ങി കിടക്കട്ടെ. നമുക്ക് വേണ്ടത് ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ബോബോണാണ് എടുത്തിരിക്കുന്നത്. ഓറിയോയോ എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ ക്രീമുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഗനാഷ് ഒരു 2 മിനിറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. കുറച്ച് കട്ടിയുള്ള ഗനാഷ് ആവില്ല, അത് ലൂസായിട്ടുള്ളൊരു ഗനാഷാവും കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റിനെ നല്ലോണം ഇളക്കി ചോക്ലേറ്റ് കളറാവണം, വെള്ള കളറ് പോയിട്ട്. ഇതേ ചോക്ലേറ്റൊക്കെ നല്ലോണം മിക്സായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് ഇത്തിരി തണുക്കാനായിട്ടിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതേ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ ഇവിടെ ഇങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ എൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഇതിലേക്ക് നമുക്കിനി ആ ഗനാഷ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷും ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു മാവ് പോലെ ആക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഒരു ട്രേയോ അല്ലെങ്കിൽ ബേക്കിംഗ് ടിന്നോ അങ്ങനെ എന്തെങ്കിലും വെക്കണം. ഞാനിവിടെ വെച്ചേക്കുന്നത് ഒരു സിലിക്കോൺ മാറ്റാണ്. അതിൻ്റെ മുകളിൽ ഒരു ക്ലിങ് ഫിലിമും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ട്രേ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ക്ലിങ് ഫിലിം വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ആ മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ മിക്സ്ചർ ഇട്ടിട്ട് ഭയങ്കര കട്ടിക്കും വേണ്ട, ഭയങ്കര കട്ടി കുറച്ചിട്ടും വേണ്ട, ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇനിയൊന്ന് നല്ലോണം കുറച്ച് ചൂടാറിയിട്ടുണ്ടെന്ന ചെറിയൊരു ചൂടുണ്ട് ഇതിന്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ച് ഒന്നുകൂടി സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഫോം ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ പനീറിനെ ഞാനിങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചോക്ലേറ്റ് ഷീറ്റിൻ്റെ നടുവിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ക്ലിങ് ഫിലിം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്ലിങ് ഫിലിമിൻ്റെ ഹെൽപ്പോട് കൂടി ഇത് റോൾ ചെയ്യുമ്പോൾ. ഈ ഭാഗം എക്സ്ട്രാ ആണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ പോവാം. ബാക്കിയുള്ളതിനെ നമുക്ക് ഇങ്ങനെ നല്ലോണം റോൾ ചെയ്തും ഈ 2 സൈഡും കൂടെ ഒന്നിങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ കറക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. കുറച്ച് നേരം അത് ഫ്രിഡ്ജിലിരിക്കട്ടെ, എന്നാലും നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്ത നമ്മുടെ ചോക്ലേറ്റ് സന്ദേശ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ക്ലിങ് ഫിലിം ഇങ്ങനെ മെല്ലെ മാറ്റാം. എന്നിട്ട് ഞാനിതിൻ്റെ സൈഡ് നേരത്തെ കട്ട് ചെയ്തു കേട്ടോ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. അപ്പോഴോർത്ത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെയ്യണത് ഗോൾഡൻ സ്പ്രേ ആണ്. ദീപാവലി അല്ലേ,
അപ്പോൾ ഒരു സെലിബ്രേഷൻ ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതല്ലെങ്കിൽ നമുക്ക് ആ ഗോൾഡ് പേപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അല്ലെങ്കിൽ സിൽവർ പേപ്പർ അത് വയ്ക്കാം. കഴിഞ്ഞ് ഒരു നൈഫും ഒരു കിച്ചൺ ടവലും അടുത്ത് വെക്കുന്നത് നല്ലതായിട്ട്. കാരണം ഓരോ പ്രാവശ്യം കട്ട് ചെയ്ത് കഴിയുമ്പോഴും നമുക്കത് തുടയ്ക്കണം, എന്നാലും നമുക്ക് ക്ലീൻ കട്ടുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഓരോ റൗണ്ട്സ് ആയിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ സർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. ഓരോ കട്ട് കഴിയുമ്പോഴും ഈ നൈഫ് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം അടുത്ത കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സന്ദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയും അതുപോലെ ഒരു കാഷ്യൂനട്ടും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക. സ്മിതസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.